ഗേസ് ഞങ്ങളങ്ങനെ അവസാനം ഞങ്ങളങ്ങനെ ആറ്റിലെത്തിരിക്കണം സുഹൃത്തുക്കളെ. ഇതുണ്ടോ, ഞങ്ങളിപ്പോൾ ആറ്റിലാണ് നിൽക്കുന്നത്. കണ്ടാൽ മനസ്സിലാവില്ലേ ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരും ഗേസ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ പോയാൽ ആ പാലം വഴി കയറി പോവാം. അവിടെ ഒരു പാലമുണ്ട് ഗൈസ്, നമുക്ക് പാലം വഴി കടന്നു പോവാം. ഈ ഒരു പാലം കിടന്ന് വരാൻ വേണ്ടിയാണ് ആ തോട്ടി ഇറങ്ങാതെ കറങ്ങി വന്നത്. നമുക്ക് ഈ പാലത്തിൽ കൂടെ പോവാം. വീഡിയോ ഒക്കെ കീച്ച് കൊള്ളാം. ഇപ്പൊ എത്ര പേരായെന്നറിയാം, ആളെണ്ണം കൂടി ഇപ്പൊ നോക്ക്. തോട്ടിന്റെ കുറുകെ പാലമില്ലാത്തതാണ് ഒരു ന്യൂ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. എന്തോ മരം തെങ്ങ് പടിയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള കുളങ്ങളുണ്ടായിരുന്നു ചാടാൻ നിൽക്കേണ്ട. പൂന്തി അവിടെ കിടക്കത്തേ ഉള്ളു. ഇന്ന് അറിയാമെങ്കിലും പൂന്തി കിടക്കും. ഗേസ് അങ്ങനെ റോഡ് എത്തിരിക്കുകയാണ്. വണ്ടിയൊന്നും ഇല്ലട എവിടെയാണ്. അയ്യോ ഇവിടെ ഒന്നും ആരുമില്ല. ഒരു ഓട്ടോ ഉണ്ട്, കുറച്ച് വണ്ടികളും ഉണ്ട്. അയ്യോ മോളിലെ പണി കൊണ്ടാണ്ട, ഓരോരുത്തർ പണിക്ക് വേണം. നമ്മൾ മാത്രം വീഡിയോ എടുത്ത് പറിച്ച് നടക്കണം. ഓരോരുത്തന്മാർ ജോലി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം. കിളികൾ നോക്ക്, തേങ്ങ ഇവിടെ മാറ്റിയിടാം. പിന്നെ എടുത്തോണ്ട് പോവാം, മറന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോവാം. ഉള്ളത് കൊണ്ടാണ് ഈറന്മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി പോകുമ്പോൾ ഈ പാട്ട് ഈ ഈറ കണ്ടത് കൊണ്ടാണ് അവര് പാട്ടുണ്ടാക്കിയതെന്നാണ് അൽസേട്ടൻ്റെ. തിരുവനന്തപുരത്തുള്ള ഈറകൾ നല്ല ഈറയിരിക്കും. എടാ ഈറം മേഘം എന്ന് വെച്ചാൽ കുളിച്ച് കയറുമ്പോഴല്ലേ. ഓ നമ്മളെ കൂടെ പറഞ്ഞ് പൊട്ടനാക്കിയാണ് ഇങ്ങനെ പൊട്ടനാക്കി നമ്മള്. എന്താ വഴിയില്ലെന്ന്, നീ എങ്ങനെ പോകും ഇവിടെ ഒന്ന് ഇതുവഴി? എന്താടാ നനഞ്ഞ പോകാൻ പറ്റൂ? ഓ ആ മാവന്റെ പറച്ചിൽ കാരണം നമ്മളിതുവഴി പോകാൻ സമ്മതിച്ചില്ല ഗൈസ്. നമ്മളിതുവഴി പോകാൻ അങ്ങനെ പോകാൻ സമ്മതിക്കണ്ടേ? വാടാ നമുക്കൊരു കമ്പിക്കട ചവിട്ടി അക്കരെ പോവാം. ഗൈസ് നമ്മൾ ഈ ഈറക്കാട്ടുകളിലൂടെ വന്നപ്പോൾ ഒരാൾ നമ്മളെ വഴിയില്ലെന്ന് പറഞ്ഞ് തെറ്റിച്ച് നമ്മളതായ വെള്ളത്തിന്റെ കരയിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ, പക്ഷെ നമ്മൾ ഇതും ചാടി കടന്നവനാണ് ഈ കേക്ക് പീപ്പി എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. കോപ്പ് ഒരു കമ്പിക്കൂടെ അങ്ങ് അക്കരെ പോവാൻ നോക്കട്ടെ. നമുക്ക് ഈ കമ്പിക്കൂടെ അങ്ങ് അക്കരെ പോവാം. കമ്പ് ചവിട്ടി ഓടിച്ചു പോയി. ആ കമ്പളൊക്കെ ഒടിച്ചൊടിച്ചു പോ, നമുക്ക് വരാൻ. ഇല്ലേ ഞാൻ പോവാ, എന്റെ ഭാരം കൊള്ളണേ നിന്റെ ഭാരം പോകും. ആ പക്ഷെ എനിക്ക് വെയിറ്റ് ഉണ്ട്, ഞാൻ എങ്ങനെ പോവും? ചെറിയ കമ്പൊടിഞ്ഞല്ലേ? എടാ കൊച്ചു വെച്ച് കമ്പി പിടിച്ച് പോയാ അതെ, കമ്പി പിടിച്ചാൽ മതി. കയ്യില് ഫോണൊന്നും ഇല്ലാത്ത ആ നീളത്തിന്റെ കമ്പിന്റെ അവിടെ ചവിട്ടറാ. ആ കൊമ്പിന്റെ കാല് വറക്കല്ലേ നീ, ഇപ്പുറത്തെ ആ കൊമ്പിന്റെ അവിടെ അങ്ങനെ വിടും. അപ്പൊ ഒരു ഇത് കിട്ടും.
എന്നിട്ട് മറ്റേ മുകളിലൊക്കെ ഉള്ള കൊമ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ബാലൻസ് ചെറുതായിട്ട് കിട്ടും. ഇതൊക്കെയാണ് ഞാൻ ഫൂന്ന് പറഞ്ഞ ചെന്നൈ എക്സ്പ്രസ്സിനൊക്കെ ഒരുത്തനെ ഒരു കമ്പ് കടന്നു പോകാൻ പറ്റില്ല, തള്ളി മറിക്കണം, തള്ളി മറിക്കണം. പാടുവിട്ട് ഒരുത്തേക്കം ഗൈസ്, പാടുവിട്ട് ഒരു തോട്ടിന്റെ അക്കരെ കിടക്കുന്ന എന്തും സംഭവിക്കാം. ഒന്നുകിൽ വെള്ളത്തിൽ കിടക്കും. അതാ അടുത്ത ഇതേക്കവും ഈ പാലത്തിൽ കുറുകെ കിടക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടും അവിടെ വിറയ്ക്കുന്നു. ഇതൊന്ന് പിടിച്ചാൽ ഞാൻ സൂമിങ് വീണാ തുണി കഴിവാടാ, കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നാ മതി, അതൊക്കെ എടുക്കാം. എവിടെ പോയാലും ഈ വ്യക്തി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തട്ടാ, ഞാൻ രക്ഷപ്പെടുത്താൻ തൊഴുതൊക്കെ പറയുന്നു. കിടക്കല്ലേ, ചെരുപ്പെടുക്കാൻ പോണോ നമുക്ക്? അടുത്ത വ്യക്തി ഇതാ ഈ പാലം വഴി കടന്നു വരികയാണ്. ഇതെന്തും സംഭവിക്കാം ഗൈസ്. കാണുന്നത് പോലെയല്ല, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. ഇദ്ദേഹത്തിന് വിറയലൊന്നും ഇല്ല. നേരത്തെ പോയ ആൾക്ക് നല്ല വിറയലായിരുന്നു കാലും കയ്യും. അത് നടുക്കെത്തിയപ്പോ എന്തോ സംഭവിച്ചു അദ്ദേഹത്തിന്. ഏതിലേടാ ഇക്കരെ കൂടെ വഴി ഉണ്ടായിരുന്നു, അച്ഛാ ആ റോഡിൽ കിടപ്പം വഴി ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നേ കൊണ്ടാണല്ലേ. വാ വാ വാ, വീണ്ടും സഞ്ചാരം. എതിർത്ത് പറഞ്ഞേ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ പോയേനെ. ഇവിടെ മൊത്തം ഇടിച്ചടാ, റബ്ബറൊക്കെ ഇടിച്ചു. ഇതിൽ നമ്മള് പോണ വഴിയായിരുന്നു. നല്ലൊരു വഴിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ല അലച്ചേട്ടാ, നമ്മള് മുമ്പ് വരുത്തണ അപ്പുറത്തൊരു വഴി കൂടെ നമ്മളൊരു വേലയാടി ഓർമ്മയുണ്ടോ? ഇവിടെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നടാ, ഇവിടെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതില് വലിയ കാട്, ഒരു ഇവിടെയൊക്കെ ഇപ്പൊ മാറി. ഇവിടെയൊക്കെ കല്ലൊക്കെ അടിക്കുമ്പോ മാറി. ഇത്ര നാളെ എന്നറിയാം ഇതുകൂടി വന്നിട്ട്. തട്ടല്ലടാ, ഉണ്ടാതെ പോടാ. മനസ്സിലായില്ലേ? ആള് കൂടും തോറും വള്ളിയുടെ എണ്ണം കൂടും, അടിയുടെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. അല്ല, ആ മാമൻ പറയാതിരുന്നിരുന്നെങ്കിലേ നമ്മളിപ്പോ എൻ്റെ അപ്പുറത്തൊരു വഴി കൂടെ പോയനെ. ഇപ്പൊ ഇതാ ഈ പെരടം മൊത്തം ചുറ്റിയാണ് നിന്ന്. അല്ല, അമ്പലപ്പറമ്പിൽ ചുറ്റാതെ കറങ്ങുന്നത് പോലെ. അവിടെ ഒരു ലോഡ് പട്ടികളാണ് അഴിച്ചാണ് ഇട്ടിരിക്കണ. ആ പട്ടീനെ ഞാൻ പട്ടി അടിക്കാതെ എനിക്ക് നോക്കണം. അങ്ങനെ അലച്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടെത്തിയിരിക്കണം സുഹൃത്തുക്കളെ. ആ പട്ടിയുള്ള വീട്ടിൽ എത്തി ഗൈസ്. മിണ്ടാതെ ഊമ്പി കുരയ്ക്കരുത്. അലച്ചേട്ടാ വേറൊന്നുമില്ല, അഴിച്ചു വിട്ടിരിക്കുന്ന പട്ടീനെ. ഇതിന് കുഴപ്പമൊന്നുമില്ല. മാമനൊക്കെ ഇറങ്ങി നോക്കണം. ആ മാമറിലെ കൊണ്ട് കുഴപ്പമില്ല. ഇതിലേ കയറിപ്പോ എവിടെയെങ്കിലും ചെന്ന് കയറാം. കുട്ടനാട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കുട്ടനാട്. ഇവിടുത്തെ ഒരുപാട് പട്ടി മുത്തി പറഞ്ഞു. ഞവന്ത് പട്ടികളാണ് നമ്മളെ കിടന്ന് പറഞ്ഞൂടെ എന്നെയെന്ന് ഗൈസ്. അങ്ങനെ അയ്യോ ഗൈസ്, അങ്ങനെയാ അറ്റിലെത്തിരിക്കുകയാണ്.
പണ്ട് പോയ വഴികൾ ഉണ്ടായി. കടിക്കൂലല്ല. വലിഞ്ഞോ, അല്ലെങ്കിൽ അത് കൂടെ വന്ന് കടിക്കും. കള്ളന്മാരല്ലേ? അല്ലെങ്കിലും കള്ളൻ എന്നാണ് പേര്. പൈനാപ്പിൾ പിടിച്ചോ. എന്തടെ വിളഞ്ഞല്ലേ നോക്കണതോ? അക്കരെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മീൻ പിടിക്കുന്നതാണോ കുറ്റം? അല്ല, ആരും കുറ്റമല്ല. ഫാമിലി ആയിട്ടൊക്കെയാണ് ഓരോരുത്തര് മീൻ പിടിക്കാറാണ്. ശരിക്കും നമ്മള് ബ്ലോഗറാണ്. മലക്കറി മാറ്റിക്കൊണ്ട് പോകണം. ഇവിടെ സൂം ചെയ്യാൻ പറ്റൂലേ? അവര് വല്ലതൊക്കെ പറയും. ഇതോ അതുണ്ട അക്കരയൊന്നും മീൻ പിടിക്കണവർക്ക് നാട്ടിൽ വന്നാൽ ഇങ്ങനെ കുറേ കാഴ്ചകളാണ്. നാട്ടിലും ചുറ്റാതെ ഇഷ്ടം പോലെ മീൻപിടുത്തക്കാരായിരിക്കും. അക്കരെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഉണ്ടോ ഒരു മാമ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടോ? അക്കരെ നിന്ന് മീൻ പിടിക്കണുണ്ടോ? വല ഉണ്ടാക്കും മീൻ പിടിക്കുന്നു. കൊള്ളാല്ലേ? ചൂണ്ടയിലേക്ക് അങ്ങനെ ഇര കൊരുക്കുകയാണ്. ഇര കൊരുത്തതിന് ശേഷം ഈ അഗാധമായ പുഴയിലേക്ക് നമ്മൾ മീൻ ചൂണ്ട ഇടുന്നതാണ്. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. അദ്ദേഹം പോവുകയാണ്. ശാന്തിയും സമാധാനം. ഗൈസ്, കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു യാത്ര. എവിടെയോ നാട്ടിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് മീൻ ചുണ്ടമ്പരള്. കൊള്ളാം. താങ്ക് യു. ഇവിടെ രണ്ടു തരം മുളകളുണ്ട്, പച്ചമുള ആൻഡ് മഞ്ഞമുള. ഇത് കാണാൻ നല്ല ഭംഗി. ചില സ്ഥലങ്ങളിൽ ഈ പച്ചമുള കാണാറുള്ളൂ. പിന്നെ ഈ മുളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീളമുള്ള മുളകളാണ്. ഈ മുളയ്ക്കൊരു പ്രത്യേകത വേരുണ്ട്. അതൊക്കെയാണ് ഈ മുളയുടെ പ്രത്യേകത. അല്ല ഞാൻ എന്താ പറയാനാണ് ഇവിടെ വന്നിട്ട് ഇമാര് മിണ്ടുന്നത് പോലുമില്ല. അങ്ങനെ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഇത് ഇവിടെ ഒരു ചുമന്ന നിറം. ഇവിടെ വാലിപ്പുള്ളിയാണോ ഇത്? ഇവിടെ ഇതിന്റെ പേരെന്താടാ? വാലിപ്പുള്ളി എന്നാണോ? മീൻ ഇടുന്ന സാധനം ഇവിടെ ആ കവറിലെല്ലാം ഇട്ടു. ചൂണ്ട പൊട്ടത്. എടാ ഇറങ്ങി എടുക്കണ്ട. കൊള്ളാണ്ടണ്ട. ഇവനെ കൊണ്ടുവന്ന ഇങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ടല്ലേ. പടപടാ മീൻ കിട്ടും. പക്ഷെ നമ്മളിറങ്ങിയ മീനൊന്നും കിട്ടൂല. വേറെ പ്രത്യേകതയാണ്. ചൂണ്ടയിട്ട ഒരു കണക്കിന് മീൻ കിട്ടൂല. അരിക്കുന്നുണ്ട് അക്കരെ അല്ലേ? തോട്ടി അരിക്കാൻ തന്നെ പാട്. ഇപ്പം ഇവന്മാര് ഇങ്ങനെ ഈ ഇത്ര വെള്ളത്തിൽ ഇവന്മാർ അരിക്കണമെന്നാണ്. ഒന്നല്ലെങ്കിൽ സൈഡിൽ നിന്നരിക്കും. സൈഡിൽ നിന്ന് തന്നെ അരിക്കണം ഇവന്മാർ. സൈഡിൽ നിന്ന് അരിക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ നിന്ന് സൈഡിൽ നിന്ന് അരിക്കാൻ പറ്റും. നല്ല വെള്ളമുണ്ട്. ഇതുണ്ടോ എല്ലാം കൊടുത്താൽ മതി. അങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ മതിയാക്കി മീൻ പിടുത്തം. എന്തോത്തെ മീൻ കിട്ടി ഞാൻ കാണിച്ചു തരാമേ. തട്ടിയിടട്ടാടെ ഞാനിത്. ഇതെന്തോ എവിടെ? 2 ചുണ്ടമ്പരള് അവിടെ ചുണ്ടുള്ള അത്. പിന്നെ ഉണ്ട് എൻ്റെ ഇത്. പിന്നെ ഇത്ര ഈ കുഞ്ഞു മീനുകൾ. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവന്മാർ മുമ്പേ ഇറങ്ങിക്കളഞ്ഞു മീൻ പിടിക്കാനായിട്ട്. ഞങ്ങളിനി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി.
നല്ല വെയിലായി ഇപ്പോൾ വിട്ടിട്ട് പോവാണ്. കിടിലൻ സ്ഥലം, കിടിലൻ സ്ഥലം. കുഴിച്ചിടാനുള്ള സമയമായി. കാടും താണ്ടി മലയും താണ്ടി ഇതാണ് എൻ്റെ കൂടെ പിടിച്ച കൂട്ടുകാർ. പിഴച്ചുപോയി കൂട്ടുകാരന്മാരിൽ എല്ലാം ജോലിക്ക് വന്നോ, നമ്മൾ മാത്രം. എന്റെ കൂടെ പഠിച്ചെന്ന് പറയാൻ കഴിയും. ഞാൻ ഇവിടെ പണിക്ക് പോകുന്നു, അവ ഇവിടെ കളിച്ചു കിടക്കുന്നു. കുട്ടിക്കളി മാറിയിട്ടില്ല. കുട്ടിക്കളി മാറിയിട്ടില്ല നമുക്ക്. ഇപ്പൊ റോഡത്ത് അങ്ങോട്ട് മുതുകുള കുറിഞ്ചിലക്കാട് റോഡ് കൊള്ളല്ലേ വീടുകളല്ലേ. എടി വേറെ എവിടെയോ എത്തി കണക്കൊരു ഫീല്. അയ്യോ ചേര